ഹായ് അസ്സലാമലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കണവക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണവ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി വയ്ക്കാൻ ആവശ്യമായ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് കീറിയതും ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയും നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. കണവയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി ഒരു അര വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. 1 ബൗൾ തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയുടെ കുരുവും 1 കഷ്ണം പട്ടയും 1/4 സ്പൂൺ ചെറിയ ജീരകവും 5 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ആവശ്യമെങ്കിൽ ഉപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറി നല്ലതുപോലെ വേവിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.